ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. നോമ്പ് കാരണം നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ മാറിയിട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്ന ടൈമും അതുപോലെ രാത്രി ഉറങ്ങുന്ന ടൈമൊക്കെ. എനിക്കാണെങ്കിൽ ഇപ്പം ഈ നോമ്പ് വന്നതിന് ശേഷം രാത്രി ഉറക്കം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു 7 മണിക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. വീണ്ടും എഴുന്നേൽക്കുന്നത് ഒരു 10-11 മണിയൊക്കെ ആയിരിക്കും. അതിനുശേഷം സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്താ പറയുക, മാത്രമല്ല നമുക്ക് നല്ല ടയർഡ്നെസ് ഉണ്ടാവുമല്ലോ. നോമ്പ് സമയമായതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളമൊന്നും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബാക്കി പരിപാടിയിലേക്ക് ചെല്ലും. തുണി അലക്കുക, അതുപോലെ വീട് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടീസ്. കിച്ചണിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അറൗണ്ട് 4 o'clock ആവും. പിന്നെ അതിനു മുമ്പ് ളുഹർ നമസ്കാരം അതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ നമസ്കാരമൊന്നും ഞാൻ മുടക്കാറില്ല, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. പിന്നെ കുറേ നേരം ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വൈകുന്നേരം 4 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കിച്ചണിൽ കയറുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ വളരെ കുറവാണ് ഞാൻ ഈ ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മെനക്കെട്ടായിരിക്കും ഓരോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടുന്നത്. അപ്പം അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും വിഷമം വരും. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാണ് വെറുതെ ഈ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ വ്ളോഗൊക്കെ ഇടുന്നതെന്നൊക്കെ ചിന്തിച്ച് പോവാറുണ്ട്. എനിവേ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് മോളുടെ വീട്ടിൽ ചെന്നതാണ് കേട്ടോ, സർപ്രൈസിങ് ആയിട്ട്. അവരൊട്ടും പ്രതീക്ഷിച്ചല്ല നമ്മൾ പോകുന്നു. അന്ന് തന്നെ ആ സമയം ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഞാൻ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. മട്ടൻ്റെ കിഡ്നിയാണിത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു റോസ്റ്റ് ഉണ്ടാക്കി. നോമ്പ് തുറക്കേണ്ട സമയമായി വരികയാണ് ഗായ്സ്. അപ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് തുറന്നാൽ മാത്രം മതി. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ മട്ടൻ്റെ കിഡ്നി കറി റെഡി ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലസാന്യ, ഇത് ഞങ്ങൾ മോൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അതുപോലെ എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ബീഫ് ലസാന്യ. അങ്ങനെ അൽഹംദുലില്ലാ അന്നത്തെ ദിവസം നോമ്പൊക്കെ തുറന്ന് എല്ലാം വളരെ റാഹത്തായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എൻ്റെ താനിയക്കുട്ടിയായിട്ട് കളിച്ച് ചിരിച്ചിരിക്കുക, കിട്ടുന്ന സമയം ഞാൻ പാഴാക്കാറില്ല. അങ്ങനെ മോളുമായിട്ട് ഞാൻ കുറച്ച് നേരം കളിച്ചിരിച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസമായി ഗൈസ്, രാവിലെ ദുബായിലെത്തി ഞങ്ങൾ. വീണ്ടും പഴയതുപോലെ നോമ്പ് തുറ, അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും സവാള ഇരിപ്പുണ്ട്, ഒരു പൊട്ടാറ്റോ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഇക്ക മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി നോമ്പ് വന്നതിന് ശേഷം ഇതുവരെ ഞാനങ്ങനെ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ല. സോ അന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെത്തോലി മീൻ കറിയും ചോറുമായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് തയ്യാറാക്കണം, അത്രയേ ഉള്ളൂ. നല്ല ഫ്രഷ് മീനാണ് ഗൈസ്. നെത്തോലി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ. നമ്മൾ കൊച്ചുള്ളി ഏത് കറിക്കിട്ടാലും ഭയങ്കര ടേസ്റ്റാണെന്ന് പറയും. അതിപ്പോൾ ഇറച്ചിക്കറിക്കാണെങ്കിലും ശരി തന്നെ, മീൻ കറിക്കാണെങ്കിലും ശരി തന്നെ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. യൂഷ്വലി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുളി പിഴിയാതെ തന്നെ, പുളി വെള്ളം ആക്കാതെ തന്നെ ഞാൻ പുളി അങ്ങോട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കും മിക്സിയുടെ ജാറിൽ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പ്ലസ് ഉലുവയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന്, ആ മണമൊക്കെ അതിനകത്ത് വരും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പിലല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കടുക്, അതുപോലെ ഉലുവ, പിന്നെ എല്ലാം ഇട്ട് താളിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുത്തിട്ട്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ തക്കാളി വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ മുരിങ്ങക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 14 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചിട്ട്, ചെറിയൊരു തീയിലിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദിഷ്ടമായ മീൻകറി റെഡിയാവും. പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുത്തു, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. കട്ട്ലേറ്റ് ഒന്നും എനിക്ക് അങ്ങനെ എളുപ്പമുള്ള ഒരു പണിയല്ല. പക്ഷേ ഞാൻ ഈ നോമ്പായതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ സക്സസ്ഫുൾ ആവാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ഹാഫ് ചിലപ്പം ആകും, ചിലപ്പോൾ പകുതിയും കൊളായി പോവും. അങ്ങനെയാണ് എനിക്ക് സംഭവിക്കാറ്. ചില റെസിപ്പീസ് എനിക്ക് ഒരു 100% എനിക്ക് പെർഫെക്റ്റ് ആയിട്ടും വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ കട്ട്ലേറ്റിൻ്റെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 60 മാർക്ക് ഔട്ട് ഓഫ് 100 ഞാൻ കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. വീണ്ടും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം നോമ്പ് തുറ സമയമായി വരെയാണ്. അപ്പോൾ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി ഇൻഷാ അല്ലാ. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നോമ്പ് സമയമാകുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ വെയിറ്റ് കുറയുന്നു. ആക്ച്വലി വെയിറ്റ് എക്സ്ട്രാ നമ്മൾ കാലറീസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പതിവിനേക്കാളും നമ്മൾ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നോമ്പ് സമയത്താണ്. അപ്പോൾ എന്തായിരുന്നാലും കുറഞ്ഞത് എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ 2 കിലോ വെയിറ്റെങ്കിലും നമ്മൾ കൂടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതേ വെയിറ്റ് നമുക്ക് കുറയ്ക്കാനും പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ 2 ദിവസത്തെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇങ്ങനെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണം താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.